ലച്ചു നീയോ? ഇവളെ കാര്യം ആദി നീയാണോ ഇവിടെ ചുറ്റും നടന്ന ആൾക്കാരെ മൊത്തം പേടിപ്പിച്ചത്? ഇട നീ തടിച്ചു പോയല്ലോ ആദിക്കുട്ട. എടാ നീ വീർന്നു പോയല്ലോ. എന്ത് കോലമാടാ ഇത്? എന്റെ അമ്മോ, ഞാൻ എന്തായി കാണുന്നേ? നീ എന്തടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പിടിക്ക്. കൊള്ളാം. എന്റെ ഏട്ടനെ ഏട്ടത്തിമ്മയും കാണാൻ എനിക്ക് എന്തിനു മുന്നറിയിപ്പ്? അല്ല, നിങ്ങളൊക്കെ എന്താ ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട്? ഇവിടെ എന്താ യുദ്ധമുണ്ടോ? ഒരു യുദ്ധം ഏത് നിമിഷവും നടക്കുമായിരുന്നു. വീട് ആക്രമിക്കാൻ വന്ന ഏതോ ഒരു വലിയ തീവ്രവാദി പുറത്തുണ്ടെന്ന് ഈ ഗോമതിയാണ് പറഞ്ഞത്. അയ്യോ, എന്നോട് പറഞ്ഞത് ഈ ക്ലാരമ്മയാ. ഞാനോ? ഗോമതി, കണ്ണുപൊട്ടുന്ന കള്ളം പറയരുത്. ഇയാളല്ലേ പറഞ്ഞത് പുറത്ത് നിൽക്കുന്ന തീവ്രവാദിയാണെന്ന്? ആ, നിർത്ത്. ആരെന്ത് പറഞ്ഞാലും ഇത് തീവ്രവാദി പ്രേതമൊന്നും അല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ആയുധങ്ങൾ താഴെയിട്. പൂജമോൾക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? നമ്മുടെ ദത്തന്റെ പെങ്ങളാ, മഹാലക്ഷ്മി. അങ്ങും ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ ലച്ചു എന്ന് വിളിക്കും. ഹലോ. മോക്ക് ഗോമതി ചേച്ചി മനസ്സിലായില്ലേ? അത് കൊള്ളാം. ചേച്ചി ഞാൻ ഈ ജന്മം മറക്കോ? ഇനി അഥവാ ചേച്ചി മറന്നാലും കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ചേച്ചി ഉണ്ടാക്കി തന്ന ആ കരിഞ്ഞ ദോശ മറക്കത്തില്ല. ഇതായിരിക്കും ഗോമതി ചേച്ചിയുടെ ശത്രു ക്ലാരമ്മ അല്ലേ? എന്റെ ഈശ്വര, ഈ കുട്ടി ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞു? ഇത് മാത്രല്ല മുത്തശ്ശി, ഈ ചെമ്പകശ്ശേരിയിലെ എല്ലാ പൾസുകളും എനിക്ക് മനപ്പാടാ. അയ്യോ, കുടലൊക്കെ ബാക്കിയുണ്ടോ എന്തോ. എന്താ ഇവിടെ ഒരു ബഹളം? അതെങ്ങനെയാ മനപ്പാടാവാതിരിക്കുന്നെ? ഒരു ചെറിയ വ്യത്യാസത്തിലല്ലേ ഇവളിവിടത്തെ വീട്ടമ്മ ആവാതെ പോയത്. അല്ലടാ ആദി? അയ്യോ, നീ എന്താ ഇവിടെ? ഇവള് പിന്നെ വേറെ എവിടെ പോവാന്? അതല്ല, ഇവളെന്താ ഈ നേരത്തെ ഇവിടെ? എന്റെ ദത്തേട്ടാ, ഞാൻ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് എയർപോർട്ടിലെത്തി. അവിടെ ഒരു ഫ്രണ്ട് വന്ന് വെയിറ്റ് ചെയ്തു. അവന്റെ ബൈക്കും കൊണ്ട് ഞാനിങ്ങനെ പോന്നു. അല്ല, അതൊക്കെ മനസ്സിലായി. എന്താ നിന്റെ ഉദ്ദേശം എന്നാ ഞാൻ ചോദിച്ചേ? എന്തുദ്ദേശം? എക്സാമിന്റെ റിസൾട്ട് വരുന്നവരെ എവിടെയെങ്കിലും ഒന്ന് ചേക്കേറണം. ഇവിടെയെങ്കിലും ഇവിടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മോൾ എങ്ങോട്ടും പോകണ്ട. ബാഗും സാധനങ്ങളൊക്കെ കൊണ്ട് അകത്ത് വെക്കോ. മുത്തശ്ശി അല്ലല്ലോ അത് പറയേണ്ടത്, എന്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ. ദത്തണ്ണ ഒരു പ്രശ്നമില്ല അല്ലേ ദത്തേട്ടാ? മൗനം സമ്മതമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് കയറിക്കോട്ടെ. നീ ധൈര്യമായിട്ട് കയറടി, ഞാനില്ലേ നിന്റെ കൂടെ. അങ്ങോട്ട് മാറി ചേട്ടാ. നീ അവിടെ നിന്ന് എന്താ ചേട്ടാ? നല്ല ഉദ്ദേശത്തോടു കൂടിയാ നിന്റെ ഈ വരവെങ്കിൽ നിനക്ക് അകത്തേക്ക് കയറാം. ഇനി അതല്ല, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണെങ്കിൽ പുറത്ത് ഗേറ്റ് തുറന്നു കിടപ്പുണ്ട്. അയ്യോ സാറേ, ഞാൻ സന്ധ്യക്ക് ഗേറ്റ് അടച്ചതാണല്ലോ, പിന്നെ താര തുറന്നിട്ട്. ഏതായാലും ഗോമതി ചേച്ചിയുടെ ഒരു മണ്ടത്തരത്തോടു കൂടി ചെമ്പകശ്ശേരിയിലേക്ക് പതിവ് പോലെ വലതുകാല് വെച്ച് കയറാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു.
ശേഷം കാഴ്ചയിൽ. ഇനി ഈ വീടൊന്ന് ഉഷാറാകും. ശരി.